എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ തരീഖത്തിന്റെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ മുറബ്ബിയായ ശൈഖുമാര് സാർവത്രികമായി പൊതുവായി സാങ്കേതികമായ തരീഖത്ത് കൊടുക്കാനുള്ള പൊതുവായ ശൈലി ഇന്നില്ല. ആരാ പറയുന്നത്? എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, ഇമാം ഗസാലി തങ്ങൾ, ഇമാം ഷറാനി തങ്ങൾ, അവരെ പോലെയുള്ള മഹാന്മാരൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ എന്നുള്ള ആളുകൾക്ക് എന്താ ചെയ്യാ? അവിടെയാണ് മഹാന്മാര് പഠിപ്പിച്ചത്. മുറബ്ബിയായ ശൈഖിനെ തൊട്ട് നിന്നെ ഐശ്വര്യമാക്കും. എന്ത്? ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുൽ ബിയദി വഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ വിളിച്ച് എന്റെ കാര്യം ഏറ്റെടുക്കണം എന്നവിടത്തോട് പറയുക. എന്നതിന് ചില മഹാന്മാര് വ്യാഖ്യാനമായി ഇത് പറഞ്ഞത് കാണാം. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് മുറബ്ബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വിശിഷ്ടമായ കർമ്മമാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം. ഇമാം ദിംയാത്തി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനം എഴുതിയ ഇയാനത്തു ത്വാലിബീന്റെ മുത്തന്നിഫ് അവിടുന്ന് പഠിപ്പിച്ചത് കാണാം. അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. ഇവരെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിച്ച തത്വമേ വിനീതരായ ഞങ്ങൾ പറയാറുള്ളൂ. ഇവർ പഠിപ്പിച്ച തത്വവും ഇവർ പഠിപ്പിച്ച ഗ്രന്ഥമേ ഉദ്ധരിക്കാറുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെടേണ്ടതില്ല എന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, ആ ആദർശം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. അതിനാണ് സ്വാലിഹായ പ്രവർത്തനം എന്ന് പറയുന്നത്. അതാണ് വിജയം കൈവരിക്കാനുള്ള രണ്ടാമത്തെ വിഷയം.